ഇന്ന് രാവിലെ ഉറക്കമുണർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു ബന്ധുക്കാരൻ അടുത്ത വീട്ടിൽ വന്നു. എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അയാൾ തിരക്കിലാണ്. പക്ഷെ അയാളോട് പറയേണ്ട മറുപടി ധന്യമേ ജീവിതത്തിൽ പറഞ്ഞ അയാളും കേൾക്കുമല്ലോ. രാവിലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ന് പറയുന്നത്. എന്നോട് സ്നേഹമുള്ള പ്രേക്ഷകരെ കേൾക്കുമെന്ന് എനിക്ക് അറിയാം. പല സമയങ്ങളിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് നാം ആലോചിക്കും. ആരും നല്ല പശ്ചാത്തലമാവാം, ചീത്ത പശ്ചാത്തലമാവാം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഒരു 5 പെഗ് കഴിക്കുക എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. ജീവിതത്തിൽ ഓരോരുത്തരുടെ മോഹം കിളികളുടെ മനസ്സിൽ ഇരിക്കണ കൊമ്പിലാവില്ല എന്ന് നമ്മൾ വിചാരിക്കും ആ കൊമ്പത്തിരിക്കുകയാണ്. അത് മാനത്തേക്ക് പറന്നിട്ട് വേറെ എവിടെയാണ് ആലോചിക്കുന്നത്. എന്റെ മനസ്സിൽ രാവിലെ പോയ സ്ഥലം, അവിടെ ഞാൻ പലതവണ പോയിട്ടുണ്ട്. ആ സ്ഥലത്തെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്ന പുസ്തകത്തിൽ ആ സ്ഥലത്തെപ്പറ്റി പറയുന്നു. അവിടെ ഒന്ന് പോയിട്ട് 3 ദിവസം ഒരു ടെൻഷനും ഇല്ലാതെ താമസിക്കണം എന്നൊരാഗ്രഹം. വളരെ അകലെയല്ല. അപ്പൊ അതുകൊണ്ട് 3 ദിവസം ടെൻഷൻ ഇല്ലാതെ താമസിക്കണം. ഞാൻ ഭാര്യയോട് പറഞ്ഞു ഒരു ഫാമിലി കൂടി കൂട്ടാം. അതാരാ വേണ്ടതെന്നുള്ളത് ചിന്തിക്കാം. ആരെങ്കിലും അപ്പൊ അടുത്തേക്ക് വരും. ആ സ്ഥലത്തിന്റെ പേരാണ് ശൃംഗേരി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്. മംഗലാപുരത്ത് പോയാൽ മൂകാംബിക്ക് പോകേണ്ട വഴി പോലും അങ്ങോട്ട് ഇല്ല. ഉടുപ്പി പോയിട്ടാണ് ട്രെയിൻ ഇറങ്ങണമെങ്കിൽ ആ ഉടുപ്പിന്ന് ശൃംഗേരിക്ക് ഏത് രീതിയിൽ യാത്ര ചെയ്യുക, അധിക വഴിയില്ല. അതിമനോഹരമായൊരു പർവ്വത പ്രദേശം ആണ്. ആ പർവ്വത പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ ചുറ്റും നോക്കുമ്പോൾ വളരെ രസകരമായുള്ള കാഴ്ചകളാണ് ഉള്ളത്. ഫ്ലൈറ്റ് യാത്ര സുഖമായിരുന്നില്ലേ എന്ന് ഇന്നലെ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, കുറെ സുഖമുണ്ട്, കുറെ അസൗകര്യമുണ്ട്, ഒന്നും കാണാനില്ലല്ലോ. അനവധി സംസ്ഥാനം കടന്നിട്ട് ഒരു സംസ്ഥാനത്താണ് നമ്മൾ എത്തണമെങ്കിലും അതിനിടയ്ക്കുള്ള ജനജീവിതം എന്താണ്, ഇതൊക്കെ വേറെ തീവണ്ടിയിലൊക്കെയാണ് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതറിയില്ലോ എന്നാണ്. ഇത് ആ ശൃംഗേരി യാത്ര ചുരം കയറിയിട്ടുള്ള യാത്രയാണ്. മംഗലാപുരത്ത് 2 മണിക്കൂറിനുള്ളിൽ എത്തും എന്നാണ് എന്റെ അനുഭവം. പൊതുവെ ദക്ഷിണേന്ത്യയുടെ എല്ലാ കൾച്ചറും ശൃംഗേരിക്കുണ്ട്. ഇപ്പൊ വടക്കേ ഇന്ത്യ പോയിട്ട് എനിക്ക് ഒരു അതൃപ്തി വന്നത് എയർപോർട്ടിൽ നല്ല ആഹാരം കിട്ടിയില്ല. അവിടെ ചെന്ന് കഴിച്ചോടത്തിലൊക്കെ 160 ഉറുപ്പിയുടെ ചായ, 200 ഉറുപ്പിയുടെ ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വാദും അടുത്തു കൂടെ പോയിട്ടില്ല. നല്ലൊരു ചായയും കിട്ടിയില്ല. ചായ നമ്മൾ ഉണ്ടാക്കണമല്ലോ, ഇതൊക്കെ ഓരോന്നും കൊണ്ടുവന്ന് വെക്കുകയാണല്ലോ ചെയ്യുക. അപ്പൊ തോന്നി മനസ്സിൽ നല്ല മസാല ദോശയും ഇഡ്ഡലിയും വടയും ഒക്കെ കിട്ടുന്ന ഒരു കേന്ദ്രം എന്താ, ദക്ഷിണേന്ത്യൻ ഫുഡ്. അങ്ങനെ 3 ദിവസം അവിടെ താമസിക്കണം. പലതവണ താമസിച്ചിട്ടുണ്ടെങ്കിലും സമീപകാലത്ത് തന്നെ പറ്റിയ തീയതി ഒത്തുവന്നാൽ, പ്രസംഗമൊന്നുമില്ലാത്ത ദിവസം ഒത്തുവന്നാൽ ഒന്ന് പോവാനൊരു ആഗ്രഹം ഉണ്ട്. പർവ്വത പ്രദേശങ്ങൾക്കൊക്കെ ഭംഗിയുണ്ട്.
ഒരു തവണ യാത്രയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരു ചാനലുകാർ ചോദിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? എവിടുത്തെ മഴയാണ് ഇഷ്ടം? ഇന്ത്യയിലത്തെ പല സ്ഥലത്തെയും മഴ കണ്ടിട്ടുണ്ട്. മഴ വളരെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ട്, വളരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എം.ടി. വാസുദേവൻ ഒരു അദ്ദേഹം മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ് കണ്ടപ്പോ പലതും പറഞ്ഞതിന് മുമ്പ് ഞാൻ നാട്ടിലൊന്ന് പോയി വന്നു, അവിടുത്തെ മഴ കാണാനാണ് പോയത് കൂടല്ലൂരിൽ. എന്നിട്ടോ വെച്ചു, ഞാൻ പോയിട്ട് വരണ വരെ മഴ പെയ്തില്ല, മഴ കാണാനും ഉണ്ടായില്ല, അവിടെ മഴയുണ്ടായില്ല, ഞാൻ മടങ്ങി വന്നു. ഞാൻ ചിരിച്ചു, അദ്ദേഹം ചിരിച്ചൊന്നുമില്ല. ഏറ്റവും നല്ല മഴ മൂകാംബിലത്തെ മഴ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശൃംഗേരിയിലത്തെ മഴയുടെ ഒരു പ്രത്യേകത, അപ്പൊ ഏകദേശം ഒരു ജൂൺ ഫസ്റ്റ് വീക്കിലേക്കാണ് പോണെങ്കിൽ മഴ അവിടെ പെയ്യണ സമയവും. ചില സ്ഥലത്തെ മഴ ആസ്വദിക്കുന്ന ഒരു രസമാണ്. മഴ എന്ന് പറഞ്ഞാൽ അയ്യോ മഴക്കാലം പറ്റില്ല എന്ന് പറയരുത്, അതിനെ മഴയായി കണ്ട് ആസ്വദിച്ചാൽ അത് രസാവഹമാണ്. ശൃംഗേരിയില് അവിടെ തോരണ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. പ്രധാന പ്രതിഷ്ഠ ശാരദാംബിക ആണ്. മൂകാംബികയുടെ ഭക്തനായ എന്നെ സംബന്ധിച്ചോളം ശാരദാംബിക എന്നുള്ള നാമവും ആ പ്രതിഷ്ഠയും വളരെ ഇഷ്ടമാണ്. തമിഴിൽ ഒരു ചാനലിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രക്ഷേപണം ഉണ്ടാവും, ചാനൽ മാറ്റും. ശാരദാംബികയെ ശാരദാംബിക എന്ന പാട്ട്, ആ പാട്ടിക്ക് വലിയ ഇഷ്ടമാണ്. ആ ദിവസേന ഒരു പ്രത്യേക സമയത്ത് ആ കുട്ടി നല്ല ഉയരം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ്, ഒരു അടിപൊളി പട്ടുസാരിയൊക്കെ ധരിച്ചിട്ട് ഏതോ ഒരു ക്ഷേത്ര പശ്ചാത്തലത്തിൽ നിന്നിട്ട് കൈകൊണ്ടൊക്കെ കാണിച്ച്, ആ കുട്ടി പാടിയിട്ട് പിന്നീട് റെക്കോർഡ് ചെയ്തായിരിക്കാം. ശാരദാംബിക എന്നുള്ളത് വളരെ മനോഹരമായ ഒരു സങ്കല്പം ആണ്. ജീവിതം എന്ന് പറഞ്ഞ സങ്കല്പല്ലേ, റിയലിസം ഒരു ഭാഗത്തു കൂടെ ഉണ്ട്. ചോറ് കിട്ടേണ്ട സമയത്ത് ചോറ് കിട്ടണം, കഞ്ഞി കിട്ടണം, അത് ഭൗതികമായൊരു കാര്യം. ബാക്കി ജീവിതമൊക്കെ നിൽക്കുന്നത് സങ്കല്പത്തിലല്ല. മഴ പെയ്യുന്ന ആകാശത്ത് ആയിട്ടാണ് എനിക്ക് അനുഭവം. ഒരു തവണ ശൃംഗേരിയിൽ നിൽക്കുമ്പോ നിൽക്കുന്നോടത്തിൽ മഴ ഉണ്ടാവുകയാണ്. നിന്റെ അനുഭവമാണ്. കാരണം മേഘം ചുറ്റും കൂടുകയാണ്, നമ്മുടെ ചുറ്റും. അത് കാണിച്ചിട്ട് അവിടെ തന്നെ മഴ പെയ്യുകയാണ്. ഇതൊരു അനുഭവമാണ്. ആകാശത്ത് നിന്ന് ഇങ്ങനെ മഴ വീഴുന്നതാണല്ലോ നമുക്ക് അനുഭവം. അപ്പൊ ശൃംഗേരിയിലത്തെ മഴ പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ശൃംഗേരി പോയവരൊക്കെ ഈ അനുഭവം എന്നോട് പങ്കിട്ടിട്ടുണ്ട്. പൊതുവെ ഞാനൊരു ലേഖനത്തിന് തലക്കെട്ട് തന്നെ ശൃംഗേരിയിലെ മീനുകൾ എന്ന്. അവിടെ മീൻ പിടിക്കാൻ അനുവാദമില്ല ആ പുഴക്കരയിൽ. ശാരദാംബിക ക്ഷേത്രത്തിൽ നിന്ന് കീഴ്പ്പെട്ട് ഇറങ്ങിയാൽ, പടവുകൾ ഇറങ്ങിയാൽ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്ന വലിയ മീനുകൾ ആണ്. ആ മീനുകൾക്ക് തീറ്റ കൊടുക്കും. അവരെ ദ്രോഹിക്കില്ല എന്ന് അവർക്ക് നല്ല ധൈര്യം ഉണ്ടായതുകൊണ്ടാണ് ആ മീനുകൾ ഇങ്ങനെ ഇണക്കം കാണിക്കുന്നത്. ആ മീനുകൾ നല്ല വണ്ണമുള്ള മീനൊക്കെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പതുക്കെ അതിനങ്ങനെ കൈകൊണ്ട് തല്ലുക വരെയും ചെയ്യും. ആ നദിക്കരയിൽ ഇരുന്നിട്ട് എത്ര നേരം വേണമെങ്കിലും മീനുകളെ കാണാമെന്ന് തോന്നി. അവിടുത്തെ മേഘം, പർവ്വതം, പശ്ചാത്തലം, സമ്യക് തരംഗങ്ങൾ ഏറ്റവും അധികമുള്ള സ്ഥലമാണ് എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യർ നടന്നു വരുമ്പോൾ
ഒരു തവളയെ പ്രസവിക്കാൻ തുടങ്ങുമ്പോൾ ആ തവളയെ കൊന്നു തിന്നാൻ വന്ന പാമ്പ് അതിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി വെയിൽ കൊള്ളാതെ പത്തി വിടർത്തി നിന്നു എന്നാണ് കഥ. ശങ്കരാചാര്യർ മനസ്സിലാക്കി ഇതൊരു ദൈവീകമായുള്ള സ്ഥലമാണ്. അത്രയും പ്ലസന്റ് വൈബ്രേഷൻ അവിടെ ഉണ്ടെന്നാണ് ആ കഥയുടെ കാര്യം. ആ പ്ലസന്റ് വൈബ്രേഷനിൽ ഒരു 3 ദിവസം അവിടെ ഉണ്ടാക്കുന്ന മസാല ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചു ശാരദാംബിക ക്ഷേത്രത്തിന്റെ ചുറ്റും നടക്കണം എന്നാണ് രാവിലെ തോന്നിയത് എന്ന് മറ്റാളോട് മുഴുവൻ വിസ്തരിക്കാൻ സമയം കിട്ടിയില്ല. ആരാധ്യരായ എന്റെ പ്രേക്ഷകരോട് ഞാനൊന്ന് വിസ്തരിച്ചു എന്നേ ഉള്ളൂ. നമസ്കാരം.